എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ? ചിലപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തടിപ്പുകൾ, വളരെ ഹാർഡായിട്ടുള്ള മുഴകൾ, നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയുന്ന ഉൾവലിവ്, കളർ ചേഞ്ചസ്, ബ്ലീഡിങ്, വലിപ്പക്കുറവ് അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഇടിവുകൾ, ഇതൊക്കെ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളായിട്ട് വന്നേക്കാം. സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും ഇത് പുറത്ത് പറയില്ല. വളരെ വൈകിയാണ് ഇത്തരം അവസ്ഥകൾ പലപ്പോഴും അവർ പുറത്ത് പറയാറുള്ളത് എന്നുള്ളതാണ് സങ്കടം. സ്ത്രീകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രസ്റ്റിൻ്റെ സെൽഫ് എക്സാമിനേഷൻ എന്നുള്ളത്. ആരൊക്കെ ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ക്യാൻസറുള്ള ഫാമിലിയിലുള്ള ആളുകളാണെങ്കിലും ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. എല്ലാ മുഴകളും ക്യാൻസർ ആണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അപ്പോൾ സാധാരണ പുരുഷന്മാരിൽ ഇതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു കല്ലിപ്പ്, തടിപ്പ്, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ്, അല്ലെങ്കിൽ ചെറിയ കളർ വ്യത്യാസം, ചില റെഡ്നെസ്, ഇത്തരം ലക്ഷണങ്ങളൊക്കെ പുരുഷന്മാർക്കും കാണാറുണ്ട്. നേരത്തെ ഇത്തരം രോഗാവസ്ഥ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 25 വയസ്സുള്ള ഒരു യുവതി കഴിഞ്ഞ ദിവസം ഒരു ചെസ്റ്റിന് അല്ലെങ്കിൽ ബ്രസ്റ്റിന് ഒരു അസ്വാഭാവികതമായിട്ടാണ് ക്ലിനിക്കിലെത്തിയത്. ഭയങ്കര ഒരു കനം പോലെയുള്ളൊരു ഫീലിങ്സാണ് ഡോക്ടറെ. പിന്നെ കൈയുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിപ്പ് അല്ലെങ്കിൽ കഴല പോലെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ ക്ലിനിക്കിലെത്തിയത്. അങ്ങനെ അവരെ നമ്മൾ മറ്റു ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കി, സ്കാനിങ് ചെയ്തു, അതുപോലെ മാമോഗ്രാം ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ഉള്ളിൽ ഒരു ട്യൂമർ വളരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സിനി ആർട്ടിസ്റ്റ് അവർ പറയുന്നുണ്ടായിരുന്നു, 15-ാം വയസ്സിൽ കണ്ട ഒരു മുഴ ഒരു നിസ്സാരമാക്കി കളഞ്ഞു, ഇപ്പോഴതൊരു ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ചികിത്സയിലാണെന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ബ്രസ്റ്റിലെ മുഴയെക്കുറിച്ചും എപ്പോഴൊക്കെ ക്യാൻസർ ആവാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിന ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ? നമ്മുടെ ബ്രസ്റ്റിലുള്ള ടിഷ്യൂ അനിയന്ത്രിതമായി വളരുന്നത്, ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടിഷ്യൂ അനിയന്ത്രിതമായി വളരുന്നൊരവസ്ഥയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റിലുണ്ടാകുന്ന ടിഷ്യൂ അനിയന്ത്രിതമായി വളരുകയും അത് മുഴകളായി രൂപാന്തരപ്പെടുകയും ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഇന്ന് വളരെയധികം സാധാരണ കൂടി വരുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. വിവിധ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ആളുകൾക്ക് വരാനുള്ളൊരു സാധ്യത, അത്തരം ജീനുകൾ, അവരിൽ ഉണ്ടാകുന്ന ജീനുകളൊക്കെ ഇവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ പലപ്പോഴും ഒരു കാരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ പാരമ്പര്യ ഘടകങ്ങളുള്ള ആളുകൾ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഫോളോ അപ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പരിശോധനകളാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ നിശ്ചയിക്കേണ്ടതാണ്, നിർണ്ണയിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മൾ ക്യാൻസർ വന്ന് അതൊരു മോശം അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇനീഷ്യലി നമുക്ക് ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 25 വയസ്സുകാരിക്ക് മറ്റു മുഴകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു അസ്വാഭാവികത, ഒരു അസ്വസ്ഥതയും അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു അവർ പ്രസൻറ്റ് ചെയ്തിരുന്ന ഇനീഷ്യൽ സിംറ്റംസ്. അപ്പോൾ അത് തന്നെ അത്തരം ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിനുള്ളൊരു സൂചന. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ആദ്യം തന്നെ അത് കണ്ടെത്താനും അത് ഡോക്ടറെ സമീപിക്കാനും അല്ലെങ്കിൽ അതിനുള്ളൊരു ചികിത്സ സ്വീകരിക്കാനും അവർ തയ്യാറായത് മൂലം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനും അതൊരു ക്യൂർ ആവാനും ആ ഒരു ക്യാൻസർ മാറാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതവണ്ണം. അമിതമായിട്ട് വണ്ണമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്ത അമിതപൂരിത കൊഴുപ്പുകളും എല്ലാം കഴിക്കുന്ന നമ്മുടെ ആളുകളിൽ ഇത്തരം കാര്യങ്ങൾ വരാനുള്ള സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. പിന്നീട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാർ അല്ലെങ്കിൽ മുലയൂട്ടാത്ത അമ്മമാർക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അഥവാ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ട് ഉപയോഗമൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് വരാനും ഇത്തരം ക്യാൻസറുകൾ വരാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ട്. പിന്നീട് മദ്യപാനം, അതുപോലെ പുകവലി ഉള്ള ശീലങ്ങളുള്ള ആളുകൾക്കും ഇത്തരം ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ പുകവലി ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അവർ പുകവലിക്കുന്നുണ്ടാവില്ല,
പക്ഷേ പാസീവ് സ്മോക്കിംഗ്, അവരുടെ ഹസ്ബൻഡോ വീട്ടിലുള്ള ആളുകളൊക്കെ പുകവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പം അത്തരം ആളുകൾക്കും ഒരു ക്യാൻസർ വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. എപ്പോഴും എങ്ങനെയൊക്കെ തിരിച്ചറിയുക എന്നുള്ളത്. എല്ലാ മുഴകളും ക്യാൻസർ ആണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെ ആദ്യം നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ബ്രസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ബ്രസ്റ്റിലുണ്ടാകുന്ന ചെറിയ ചെറിയ തടിപ്പുകൾ, മുഴകൾ, അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള, അപ്പോൾ നമ്മൾ തൊട്ട് നോക്കിയാൽ അധികം മൂവ് ചെയ്യാത്ത, സോഫ്റ്റ് അല്ലാത്ത, വളരെ ഹാർഡായിട്ടുള്ള മുഴകൾ. അത് ചിലപ്പോൾ വേദന ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പല മുഴകളിലും വേദന ഉണ്ടാവാറില്ല തുടക്കത്തിൽ, പിന്നീടായിരിക്കും ചിലപ്പോൾ വേദനകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാർഡായിട്ടുള്ള മുഴകൾ, അതുപോലെ തന്നെ ബ്രസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസ്, അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ നിപ്പിളിൽ ഉണ്ടാകുന്ന ഉൾവലിവ്, നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയുന്ന ഉൾവലിവ്, അല്ലെങ്കിൽ നിപ്പിളിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ്, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് ഉണ്ടാകുന്ന ബ്ലീഡിങ്. ചിലപ്പോൾ നെക്കി നോക്കുമ്പോഴൊക്കെ ചില ബ്ലീഡിങ്ങോ പസ് പോലത്തെ, പഴുപ്പ് പോലത്തെയൊക്കെ ദ്രാവകങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു പ്യൂഡി ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു കളർ ചേഞ്ച്, നമ്മുടെ ഓറഞ്ചിൻ്റെയൊക്കെ തൊലി ചുളുങ്ങിയ പോലെ നമ്മുടെ ബ്രസ്റ്റിന് ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ വലിപ്പക്കുറവ്, അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഇടിവുകൾ, ഇതൊക്കെ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ നമ്മുടെ കക്ഷത്തിലുണ്ടാകുന്ന കഴലകൾ, കക്ഷത്തിൽ ചിലപ്പോൾ മൾട്ടിപ്പിളായിട്ട് കഴലുകൾ, കുറേ കഴലുകൾ വരാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഴലുകൾ വരാം. ചിലപ്പോൾ പെയിൻഫുൾ ആവാം, ചിലപ്പോൾ പെയിൻലെസ് ആയിരിക്കും, പെയിൻ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനീഷ്യലി നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചില ആളുകൾ നിപ്പിളിൽ നിന്ന് ബ്ലീഡിങ് കാണാറുണ്ട്, ചില ആളുകൾ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജസ് മാത്രമേ കാണാറുള്ളൂ, ചില ആളുകൾക്ക് നിപ്പിൾ ഉൾവലിവായാണ് കാണാറുള്ളത്. ഇപ്പം ഡിഫറെൻറ്റ് സിംറ്റംസ് പല ആളുകളിലും ആ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചും മുഴയുടെ ഇതൊക്കെ അനുസരിച്ചിട്ട്, അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടൊക്കെ സിംറ്റംസിൽ മാറ്റം വരാം. അപ്പോൾ നമ്മളൊരു സിംറ്റം കാണുകയാണെങ്കിൽ സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും ഇത് പുറത്ത് പറയില്ല. വളരെ വൈകിയാണ് ഇത്തരം അവസ്ഥകൾ പലപ്പോഴും അവർ പുറത്ത് പറയാറുള്ളത് എന്നുള്ളതാണ് സങ്കടം. വളരെ വൈകുമ്പോഴേക്ക് ഇത് വളരെ മൂർച്ഛിക്കുകയും, ഇത് ചിലപ്പോൾ ഇനീഷ്യലി നമുക്കൊരു സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ പ്രൊസീജിയറൊക്കെ ചെയ്തിട്ട് എടുത്ത് കളയാവുന്ന മുഴകൾ നമ്മൾ പുറത്ത് പറയാത്തത് മൂലമോ അല്ലെങ്കിൽ രോഗം കണ്ടെത്താത്തത് മൂലമോ അത് വളരെ വൈകുകയും മറ്റു അവസ്ഥകളിലേക്ക്, അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്കോ ലിവറിലേക്കൊക്കെ ഈ ക്യാൻസർ പടരുന്നതായിട്ടും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഡിറ്റക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ ഇത്തരം രോഗാവസ്ഥ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ബ്രസ്റ്റിൻ്റെ സെൽഫ് എക്സാമിനേഷൻ എന്നുള്ളത്. സ്ത്രീകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അവർ തന്നെ ഒരു കണ്ണാടിക്ക് മുന്നിൽ അവരുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ ഷേപ്പുകൾ, രണ്ട് ബ്രസ്റ്റുകളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഷേപ്പിൽ വ്യത്യാസമുണ്ടോ, കളറിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിട്രാക്ഷൻ ഉണ്ടോ, നിപ്പിളിൽ റിട്രാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ വിരലിൻ്റെ മൃദുവായ ഭാഗം വെച്ച് ജസ്റ്റ് അവർക്ക് പാൽപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമർത്തി പരിശോധിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ ചെറിയ ചെറിയ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഡീപ്പായിട്ട് നമുക്കത് എക്സാമിൻ ചെയ്ത് നോക്കാം. അതുപോലെ കഴലകൾ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെൻസസ് കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സെൽഫ് എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു സമയം. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ബ്രസ്റ്റ് എക്സാം പീരിയഡ്സിൻ്റെ സമയത്തോ പീരിയഡ്സിന് തൊട്ട് മുന്നെയൊക്കെ ആയി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഹാർഡ്നെസ്സോ അല്ലെങ്കിൽ കുറച്ചൊരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ചെറിയ കട്ടിപ്പൊക്കെ ഫീൽ ചെയ്യാം. അത് മുഴയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മൃദുവായ രീതിയിൽ നമ്മൾ സെൽഫ് എക്സാമിൻ ചെയ്യാം. പിന്നെ കൈ രണ്ടും പൊക്കിയിട്ട് നമുക്ക് മാറിടങ്ങളും അതുപോലെ തന്നെ ആക്സില, നമ്മുടെ കഴലകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മുടെ കൈക്കുഴയിലൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളോടൊപ്പം തന്നെ ഇത്തരം പരിശോധനകൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആരൊക്കെ ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ട് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉള്ള ഫാമിലിയിലുള്ള ആളുകളാണെങ്കിലും ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. ഇത്തരം നേരത്തെ കണ്ടെത്തിയ ഒരു ട്യൂമറോ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്തിരിക്കുകയാണെങ്കിൽ 100% തന്നെ നമുക്കത് ക്യൂർ ചെയ്ത് റിട്ടേൺ ചെയ്ത് നോർമലാക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. പല ആളുകളും ഇത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകും. പിന്നെ കുറേ വൈകിയാണിത് കണ്ടെത്തുക. പിന്നെ ചികിത്സ ബുദ്ധിമുട്ടാവും, മാനസികമായിട്ട് തളരും, ശാരീരികമായിട്ട് തളരും.
ഫിനാൻഷ്യലി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളായിട്ട് വളരെയധികം തകർന്നൊരവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ കണ്ടെത്താൻ ഈ കാര്യങ്ങൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യമാണ്, എല്ലാ മുഴകളും ക്യാൻസർ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ അതിൻ്റെ സിംറ്റംസ് പറഞ്ഞു. ചില മുഴകളുണ്ടാവാം ഫൈബ്രോസിസ്റ്റിക് അഡിനോമ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ സിസ്റ്റ് പോലെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ആബ്സസ് പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ക്യാൻസറസ് അല്ലാത്ത മുഴകളാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു അൾട്രാസൗണ്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു FNAC സ്റ്റഡി, നമ്മളത് കുത്തിയെടുത്ത് പരിശോധിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം മറ്റേ ഫൈബ്രോ അഡിനോമ പോലത്തെ കണ്ടീഷനിൽ നമുക്കത് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. ഇടയ്ക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷത്തിലൊക്കെ അതിൻ്റെ സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളും, ഇതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, മുഴകൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇത്തരം കാര്യങ്ങൾ വരുമോ എന്നുള്ളതും പലപ്പോഴും ചോദിക്കാറുണ്ട്. പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അപ്പോൾ സാധാരണ പുരുഷന്മാരിൽ ഇതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. ബ്രസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു കല്ലിപ്പ്, തടിപ്പ്, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ്, അല്ലെങ്കിൽ ചെറിയ കളർ വ്യത്യാസം, ചില റെഡ്നെസ്, ഇത്തരം ലക്ഷണങ്ങളൊക്കെ പുരുഷന്മാർക്കും കാണാറുണ്ട്. അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് എന്താണ്, ബ്രസ്റ്റ് ക്യാൻസറിന് എന്തെങ്കിലും ലക്ഷണങ്ങളാണോ, ഇനി എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതോ മറ്റു വല്ല മുഴകളും ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ടെസ്റ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ ഇതിനെ നടത്തേണ്ടതെന്ന് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെൽഫ് എക്സാമിനേഷനും ക്ലിനിക്കൽ എക്സാമിനേഷനും പുറമെ നമ്മളൊരു അൾട്രാസൗണ്ടാണ്. അപ്പോൾ യങ് ലേഡീസൊക്കെ ആണെങ്കിൽ, കുറച്ച് ഫേം ബ്രസ്റ്റുള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ടാണ് കൂടുതൽ ഇനീഷ്യലി നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത്. ഈ അൾട്രാസൗണ്ട് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു മാമോഗ്രാം ചെയ്യാം. ഒരു ചെറിയ എക്സ്റേ ടെസ്റ്റാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. പക്ഷേ ചെറിയൊരു പെയിൻഫുള്ളായിട്ട് പല പേഷ്യൻസും പറയാറുണ്ട്. പക്ഷേ ആ ഒരു വേദന ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യുന്നതിൽ മടിക്കേണ്ട കാര്യമില്ല. പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്, മാമോഗ്രാം ചെയ്തതുകൊണ്ട് ക്യാൻസർ വരുമോ എന്നുള്ളത്. അത്തരം വളരെ കുറഞ്ഞ റേഡിയേഷനിലുള്ള ഒരു സാധാരണ ഒരു എക്സ്റേ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മാമോഗ്രാമും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് അതിന് ഭയപ്പെടേണ്ടതില്ല. നമ്മൾ അത്തരം കാര്യങ്ങൾ, രോഗം കണ്ടെത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ് MRI പോലത്തെ ടെസ്റ്റുകൾ. ബ്രസ്റ്റിനുള്ള MRI പോലത്തെ ടെസ്റ്റുകൾ നമുക്ക് ഇതിൻ്റെ ചെയ്യാവുന്നതാണ്. ഈ മാമോഗ്രാമിന് ശേഷം പിന്നെ വേണമെങ്കിൽ മുഴകൾക്ക് മാത്രമാണെങ്കിൽ നമ്മൾ ആ മുഴകൾ ആ ഭാഗത്ത് കുത്തിയെടുത്ത് സെല്ല് വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് ബയോപ്സി ചെയ്തുകൊണ്ട് അതിന് എത്രത്തോളം ഈ സെല്ല് വളർച്ചയുള്ള ടൈപ്പാണോ ക്യാൻസറസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ വിവിധ കാറ്റഗറി ഉണ്ട്. ബൈറാഡ്സ് കാറ്റഗറി അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ബൈറാഡ്സ് കാറ്റഗറി 1, 2, 3 ഒക്കെ സാധാരണ അത്ര പ്രശ്നമില്ലാത്ത മുഴകളാണ് ഉണ്ടാവാറുള്ളത്. ബൈറാസ് 4A കാറ്റഗറി ഒക്കെ മുതൽ അതൊരു സംശയാസ്പദമായിട്ടുള്ള മുഴകളാണ്. ബൈറാസ് 5ഉം 6 ഒക്കെ ആണെങ്കിൽ ഒരു മാലിഗ്നൻ്റ് ട്യൂമർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനീഷ്യലി ബ്രസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കാറ്റഗറൈസ് ചെയ്തിട്ട് ആ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ എത്രയും പെട്ടെന്നുള്ള ചികിത്സ സ്വീകരിക്കുക, അതിൻ്റെ ഒരു അഡ്വൈസ് തേടുക എന്നുള്ളതാണ്. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് വെക്കും തോറും ഓരോ ദിവസങ്ങളും ഈ വളർച്ച കൂടും. അതുപോലെ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടെസ്റ്റുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. പിന്നീട് ഇതിൻ്റെ ട്യൂമർ മാർക്കേഴ്സ് ആയിട്ടുള്ള 15.3 പോലത്തെ ടെസ്റ്റുകൾ, ട്യൂമർ മാർക്കേഴ്സൊക്കെ നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഒരു ഡോക്ടറുടെ കൺസെൻറ്റോട് കൂടി കൃത്യമായിട്ട് അതിനൊരു പ്രോട്ടോകോൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഒരു ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മൾ അമിതമായിട്ട് ഭയപ്പെടുകയോ മാനസികമായിട്ട് സമ്മർദ്ദത്തിന് അടിമപ്പെടുകയോ ചെയ്യരുത്. ഇനി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. പലപ്പോഴും സാധാരണ ഒരു ക്യാൻസർ രോഗിയുടെ അടുത്തിരുന്നിട്ട് മറ്റു ക്യാൻസർ രോഗികൾ ഇതുമായിട്ട് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പ്രയാസങ്ങളും അല്ലെങ്കിൽ അവർ മരണപ്പെട്ട കഥകളും പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഒരു രോഗിയുടെ മുന്നിൽ അത്തരം നെഗറ്റീവ് അനുഭവങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമ്മൾ അവരെ മുന്നിൽ പോയിട്ട് അവർക്ക് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങൾ, അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ, അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർ നമ്മൾ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമുക്ക് അവർക്ക് അഡ്വൈസും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ അവരെ നെഗറ്റീവായിട്ട് അവരെ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോരുമ്പോൾ അവർക്കുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദം തന്നെ പലപ്പോഴും രോഗിയുടെ രോഗാവസ്ഥ വളരെ മൂർച്ഛിക്കാനും അത് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരവസ്ഥയിലേക്ക് മാറാനും
ചിലപ്പോൾ രോഗി മരണപ്പെടാൻ വരെ കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് അവർക്ക് നല്ല രീതിയിൽ അവരുടെ രോഗത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമായിട്ടുള്ള ശരിയായ വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. അവിടെ കഴിക്കേണ്ട സമീകൃത ആഹാരങ്ങളും പോഷകാഹാരങ്ങളും എന്തൊക്കെയാണ് അവർക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുക എന്നുള്ളതൊക്കെയാണ് അവരെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർശകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും അതിവേഗം നമ്മളത് ശ്രദ്ധിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞ് അതിലെ വേഗം ചികിത്സയിലേക്ക് സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇത് ക്യാൻസറസ് ആണോ ക്യാൻസറസ് അല്ലേ എന്ന് തിരിച്ചറിയുക. ഇതിന് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ സിസ്റ്റമിക് ആയിട്ട് മറ്റു പല ലക്ഷണങ്ങളും ഇതിന് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതിനൊപ്പം തന്നെ അമിതമായിട്ടുള്ള വെയിറ്റ് ലോസ് വരാം, ശരീരത്തിന് ശക്തമായിട്ടുള്ള ക്ഷീണം വരാം, അല്ലെങ്കിൽ മാസമുറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചില ക്ലിയർ അല്ലാത്ത അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്തൊരവസ്ഥ വരാം. ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് ചിലപ്പോൾ വരാം. ഇതെല്ലാം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ രോഗിയിൽ, ഞാൻ ഇനീഷ്യലി സൂചിപ്പിച്ച ആ രോഗിയിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ മൈൽഡ്, അവർക്കൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഡോക്ടറെ അടുത്ത് എത്തുന്നതും അവസാനം അത് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത്. അത് ചിലപ്പോൾ അവർ വർഷങ്ങളോളം ചിലപ്പോൾ ഇവർ കൊണ്ടുനടന്ന് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂർച്ഛിച്ച് പിന്നീട് ഒരു സ്റ്റേജ് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ സുഹൃത്തുക്കളും, ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വിവരങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ വിവരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക. അതിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരൊരു ചികിത്സയിലേക്ക് എത്തട്ടെ, അത് കണ്ടെത്തട്ടെ എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഈ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.